അതേപോലെ കുന്നിക്കുരു നമുക്ക് മുറ്റത്തുനിന്ന് കിട്ടും. കുന്നിക്കുരു മാത്രമല്ല കേട്ടോ, മഞ്ചാടിക്കുരു നമുക്ക് കിട്ടുക. കുന്നിക്കുരുവിൻ്റെ ചെടിയോ മഞ്ചാടിയുടെ മരമോ ആ പരിസരത്ത് എവിടെ ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ കണ്ണിൽ കുന്നിക്കുരു കാണും. എവിടേക്കെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടുമുറ്റത്തോ എവിടേക്കെങ്കിലും പോകുന്ന വഴിയിലോ ഒക്കെ കുന്നിക്കുരു കാണുമ്പോൾ അതെല്ലാം ഭഗവാന്റെ പ്രസൻസ് ആയിട്ട് നമ്മൾ കരുതാറുണ്ട്. അതേപോലെ തന്നെ മയിൽപ്പീലി ഇപ്പോൾ റോഡിൽ നിന്ന് പോലും ചിലപ്പോൾ വീണ് കിട്ടാറുണ്ട് അല്ലേ. അവിടെ യാതൊരു സാധ്യത ഉണ്ടായിരിക്കില്ല അതിൻ്റെ, പക്ഷെ നമുക്ക് മയിൽപ്പീലി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഭഗവാന് പ്രിയപ്പെട്ടതാണല്ലോ, അപ്പൊ നമ്മൾ ഭഗവാനാണെന്ന് തന്നെ കരുതുക. അതൊക്കെ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു സന്ദർഭങ്ങളാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ചെമ്പോത്ത്, പ്രാവ്, അങ്ങനെയുള്ള പക്ഷികൾ. ചെമ്പോത്ത് എന്ന് പറയുന്നത് ചകോരം എന്നൊക്കെ പറയൂ കേട്ടോ, ഇവിടെ അങ്ങനെയാണ് പറയുക. പല നാടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുക. ചെമ്പോത്തിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൈകൂപ്പും, അത് ഭഗവാനാണെന്നാ പറയുക, ഭഗവാന്റെ സാന്നിധ്യമാണ് അവിടെ പറയണത്. അപ്പം അങ്ങനെയുള്ള പക്ഷികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാറുണ്ട് കേട്ടോ. അതാണ് കുന്നിക്കുരു, മഞ്ചാടിക്കുരു, മയിൽപ്പീലി, ഇതേപോലെ ചെമ്പോത്ത്, പ്രാവ് തുടങ്ങിയ പക്ഷികൾ. ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെയാണ് ഓർമ്മ വരിക, ഭഗവാന്റെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. പിന്നെ നാമജപങ്ങൾ കേൾക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യമായിട്ട് പറയാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മഹാത്മാക്കളെ കാണുക. നമ്മളിപ്പോൾ വല്ല യാത്രയിലോ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അവരെ മുന്നിൽ ചെന്ന് പെടും. നമ്മൾ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയും. സാധാരണ അവർ നാമം ജപിക്കും, നമസ്കരിക്കും എന്നൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ അതൊന്നും കൂടാതെ പ്രത്യേകമായിട്ട് ഇന്നതുപോലെ ചെയ്യൂട്ടോ, ഇന്ന വഴിപാട് ഭഗവാന് ചെയ്യൂ, പിടിപ്പണം സമർപ്പിക്കും എന്നൊക്കെ അവരിങ്ങോട്ട് പറയും. അപ്പം അത് നമുക്ക് ആ ഒരു സമയത്ത് ആവശ്യമുള്ളതായിരിക്കും. അത് അവരെ കൊണ്ട് ഭഗവാൻ തന്നെ പറയിപ്പിക്കുന്നതാ. അപ്പൊ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ, അങ്ങനെയുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ അത് ഭഗവാൻ തന്നെ പറഞ്ഞതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ആ ഭക്തർക്ക് ഉണ്ടാകുക. ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ളത്. പലർക്കും കളഭം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ നാലമ്പലത്തിനകത്തുനിന്ന് കളഭം കിട്ടും. ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും നമുക്കത് തരിക. അപ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ടല്ലേ, കണ്ണ് നിറയുന്നവരുണ്ട്. പ്രധാനമായിട്ടും പാൽപ്പായസമാണ് കേട്ടോ. ഭഗവാന് ഏറ്റവും ഇഷ്ടം പാൽപ്പായസം. അപ്പം അത് ഭക്തർക്കും ഇഷ്ടമാണെങ്കിൽ ഭഗവാൻ കൊണ്ടുവന്ന് കൊടുക്കൂലോ. ക്യൂ നിന്നിട്ട് താമസിച്ചെത്തിയിട്ട് ഒന്നും പാൽപ്പായസം കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. അവരുടെ മുന്നിൽ അവർക്കായിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കും ഭഗവാൻ പാൽപ്പായസം. യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ എത്ര അനുഭവങ്ങളാണെന്നറിയോ നമ്മുടെ അടുത്ത് തന്നെ ഭഗവാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നാലാണ് അനുഭവങ്ങൾ അന്നന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ അനുഭവങ്ങളാണ് ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന രീതിയിൽ ഭക്തർക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ.